നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിന്റെ അന്വേഷണത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടി നേതാക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തുന്നതിൽ രാഷ്ട്രീയ പ്രതിരോധത്തിന് CPM ഇറങ്ങുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ ടി താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ ED റെയ്ഡിനെത്തിയപ്പോൾ അത് കഴിഞ്ഞ് ED പോകുന്ന സമയത്ത് EDയെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിനുശേഷം വീണ ED ഓഫീസിൽ ഹാജരായി. അതിനുശേഷം പലയിടത്തും, കഴിഞ്ഞ ആഴ്ചയാണ്, പലയിടത്തും വീണ്ടും ED റെയ്ഡ് നടന്നു. അപ്പോഴൊന്നും തന്നെ ഒരു തരത്തിലും ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു നേതാക്കളുടെയും EDയെ വിമർശിച്ചുകൊണ്ടുള്ള പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ നമ്മൾ കണ്ടില്ല. കാരണം അന്ന് ED ആക്രമിച്ചവരുടെ അവസ്ഥ എന്താണ് പിന്നീട് സംഭവിച്ചത് എന്നുള്ളത് കണ്ടതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ജാമ്യം ലഭിച്ചത്. ഇപ്പോഴും ജാമ്യം കിട്ടാതെ കുറച്ച് പേര് കൂടി അകത്ത് കിടക്കുന്നുണ്ട്. ഏതായാലും അതുകൊണ്ട് ഒരു പ്രത്യക്ഷത്തിൽ വളരെ വലിയൊരു തരത്തിൽ ആയുധങ്ങളും മറ്റുമായിട്ടുള്ള ആക്രമണം നടത്തുന്നതിൽ CPM വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ CPM പ്രതിരോധത്തിന് ഇറങ്ങുകയാണ്. കേസുമായി ബന്ധപ്പെട്ട ED റെയ്ഡിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് ഇന്ന് CPM വിശദീകരണ പൊതുയോഗം സംഘടിപ്പിക്കുന്നുണ്ട്. വൈകിട്ട് മുതലക്കുളത്ത് നടക്കുന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ, DYFI പ്രാദേശിക നേതാവ് നന്ദുലാൽ എന്നിവരുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമാണ് ED റെയ്ഡ് നടത്തിയത്. EDയുടെ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാനും അണികളോട് വിശദീകരിക്കാനുമാണ് CPMന്റെ തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടിനെ പിൻപറ്റി നടക്കുന്ന അന്വേഷണം ഹവാല ആരോപണം വരെ എത്തി നിൽക്കെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിത ഇടപെടലിനെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പതിവില്ലാത്ത വിധം വാർത്താക്കുറിപ്പിറക്കിയ EDയുടെ നടപടി മുതൽ പിണറായി വിജയനാൽ എന്തും ചെയ്യാമെന്നാൽ തരത്തിൽ വരുന്ന വാർത്തകളിൽ വരെ കടുത്ത അതൃപ്തി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തു. കൈകൾ ശുദ്ധമെന്നും ഇനിയും അത് അങ്ങനെ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞാണ് മകൾക്കെതിരായ അന്വേഷണത്തെയും തുടർ നീക്കങ്ങളെയും പിണറായി തള്ളുന്നത്. ഏതായാലും ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററെ മുന്നിൽ നിർത്തിയാണ് മകൾക്കും മരുമകനും പ്രതിരോധം തീർക്കാനായിട്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോഴിക്കോട് നടക്കുന്ന ഈ ഒരു യോഗം. മാസപ്പടി ആരോപണത്തിൽ എന്തു അന്വേഷണവും EDക്ക് നടത്താമെന്നായിരുന്നു പിണറായി വിജയൻ നേരത്തെയും പ്രതികരിച്ചിരുന്നത്. ആരോപണ ഹവാലയിലേക്ക് നീളുമ്പോഴാണ് അന്വേഷണ ഏജൻസിക്കെതിരെ പിണറായി വിജയന്റെ അതിശക്തമായ വിമർശനം. സ്ഥാപനത്തിനും വ്യക്തികൾക്കും എതിരായ ആരോപണങ്ങളുടെ അന്വേഷണം പരിധികൾ ലംഘിക്കുന്നു എന്ന നിലപാടാണ് പാർട്ടിക്കും. നേതാക്കളെയും അവരുമായി ബന്ധപ്പെട്ടവരെയും ലക്ഷ്യമിട്ട് നടക്കുന്ന പരിശോധനകൾ രാഷ്ട്രീയ പകപോക്കലാണെന്നും ഇതിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്നുമാണ് CPM നിലപാട്. എന്നാൽ CPI ഈ നിലപാടുകളെ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. മാസപ്പടി കേസിലെ ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM വാദം തള്ളി CPI ഇത് സംബന്ധിച്ച ചോദ്യത്തിന് രാഷ്ട്രീയം വേറെ ബിസിനസ് വേറെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത്. ഇത്തരം കൊടുക്കൽ വാങ്ങലിലൊന്നും CPIക്ക് പങ്കില്ലെന്നും പാർട്ടിക്ക് ഇതിലൊന്നും താല്പര്യമില്ലെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ ലക്ഷങ്ങളുടെ ഹവാല ഇടപാട് നടന്നുവെന്നും ED കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പാർട്ടി നേതാക്കളുടെ പരിചയക്കാരെ വരെ ED വേട്ടയാടുകയാണെന്നും ഇത്തരം നീക്കത്തെ രാഷ്ട്രീയമായി നേരിടണമെന്നും CPM വ്യക്തമാക്കുമ്പോഴാണ് CPI വേറിട്ട നിലപാട് പ്രകടിപ്പിക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ T വീണയുടെ വീട്ടിൽ നിന്ന് മുമ്പ് കണ്ടെത്തിയ പണം ഇടപാടുകളുടെ കയ്യെഴുത്ത് കണക്കുകളിലാണ്. ഏകദേശം 20 കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് ഈ രേഖയിലുള്ളത്. 3.49 ലക്ഷം UAE ദിർഹം, അതായത് ഇന്ത്യൻ രൂപയിൽ 85 ലക്ഷം രൂപ ദുബായിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഹവാല ചാനലുകൾ വഴി പണം കൈമാറിയതിന്റെ സൂചന ലഭിച്ചതായും പണം കൈപ്പറ്റിയവരുടെ പേരുകൾ, കൈമാറിയ തുക, ചിലവഴിച്ച തുക തുടങ്ങിയ വിവരങ്ങൾ കയ്യെഴുത്ത് രേഖകളിലുണ്ടെന്നും ED വാർത്താക്കുറിപ്പിൽ ഇന്നലെ അറിയിച്ചിരുന്നു. പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ കുടുംബത്തിനെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നതോടെ തെറ്റിദ്ധരുത്തൽ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി സെപ്റ്റംബർ 14, 15, 16 തീയതികളിൽ ചേരുന്ന വിപുലീകൃത സംസ്ഥാന സമിതി വിവാദ നിഴലിലായിട്ടുണ്ട്. സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന കുടുംബനാഥനായ പിണറായി വിജയൻ
പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തെറ്റുതിരുത്തലിന് ഭാവി പ്രവർത്തനങ്ങൾക്കുമായി തീരുമാനങ്ങൾ എടുത്തിട്ട് എന്ത് കാര്യമെന്ന ചോദ്യമാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് നേരെ ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുക്കാനും തെറ്റുകൾ തിരുത്താനും ലക്ഷ്യമിട്ടാണ് CPM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് ചേരുന്നത്. എന്നാൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങളിലെ പുതിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ആരോപണം നേരിടുന്ന നേതാവിനെ മാറ്റി നിർത്താതെ തെറ്റുതിരുത്തൽ തീരുമാനമെടുത്തിട്ട് എന്ത് ഫലമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന സംശയം പാർട്ടി നേതാക്കളിലും പ്രവർത്തകരിലും വ്യാപകമാണ്. വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സ്വാഗത സംഘം ചെയർമാൻ ആരോപണ വിധേയനായി മാറിയിരിക്കുന്ന മുഹമ്മദ് റിയാസ് ആണ്. 2 കമ്പനികൾ തമ്മിലുള്ള നിയമപരവും സുതാര്യവുമായ കരാർ എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിരോധിച്ച മാസപ്പടി കേസാണ് ഇപ്പോൾ ഹവാല ആരോപണത്തിലേക്ക് വളർന്നിരിക്കുന്നത്. കേസിനെ അതിന്റെ മെറിറ്റിൽ കാണാതെ പിണറായി വിജയന്റെ അപ്രീതി ഭയന്ന് ന്യായീകരണങ്ങൾ ചമച്ചതിന്റെ പ്രത്യാഘാതമാണ് CPM ഇപ്പോൾ നേരിടുന്നതെന്നാണ് വിമർശനം. കേസ് പുതിയ തലത്തിലേക്ക് കടക്കുമ്പോഴും രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് പിണറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുകയും ചെയ്യുമ്പോൾ അത് തിരുത്തൽ നടപടികളുടെ അന്തസ്സത്ത ചോർത്തിക്കളയുന്നതിന് തുല്യമാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. വിമർശനങ്ങളെയും ആരോപണങ്ങളെയും വെറുമൊരു രാഷ്ട്രീയ ഗൂഢാലോചനയായി തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോവുക എന്നതാണ് പാർട്ടി സ്വീകരിച്ചു പോരുന്ന പരമ്പരാഗത ശൈലി. എന്നാൽ അണികൾക്കിടയിൽ നിന്ന് പോലും ചോദ്യങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വ്യക്തി കേന്ദ്രീകൃത ആരോപണങ്ങളിൽ നിന്ന് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെ വേർപെടുത്തി കാണിക്കാൻ സംഘടന നിർബന്ധിതമാകും. ബിസിനസ് നടത്തുന്ന പാർട്ടി അംഗമല്ലാത്ത പിണറായി വിജയന്റെ മകൾക്ക് നേരെ ഉയർന്ന സാമ്പത്തിക ആരോപണത്തെ വെള്ളപൂശാനാണ് CPM സംസ്ഥാന നേതൃത്വം ശ്രമിച്ചു പോരുന്നത്. പിണറായി വിജയനും മകൾക്കും മാത്രം CPM നൽകുന്ന പ്രത്യേക പരിഗണനയാണിത്. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ മകനെതിരെ കേസും ആരോപണങ്ങളും വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. മകൻ ജയിൽ മോചിതനായി പിന്നെയും 1 മാസം കൂടി കഴിഞ്ഞാണ് കോടിയേരിക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞത്. ബന്ധുനിയമന വിവാദം വന്നതിന് 2ാം ആഴ്ചയിൽ EP ജയരാജനെ വ്യവസായ മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. എന്നാൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയന്റെ മേൽവിലാസം ഉപയോഗിച്ച് മകൾ കൈപ്പറ്റിയ മാസപ്പടി കേസ് വന്നിട്ടും അദ്ദേഹത്തിന്റെ സംഘടനാ പാർലമെന്ററി സ്ഥാനങ്ങൾക്ക് ഒരു ഇളക്കവും തട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വിപുലീകൃത സംസ്ഥാന സമിതിയോ അതിനപ്പുറമുള്ള എന്തെങ്കിലുമോ ചേർന്നാലോ തെറ്റുകൾ തിരുത്തപ്പെടുമോ എന്ന ചോദ്യമാണ് CPMന് നേർക്ക് ഉയരുന്നത്. നേരത്തെ 2,78 ലക്ഷം രൂപയുടെ ആരോപണവുമായി ഉയർന്നു വന്ന കേസ് ഇപ്പോൾ 20.5 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളിലേക്ക് കടന്നതായാണ് ED പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. അന്വേഷണം മുഹമ്മദ് റിയാസിലേക്കും കൂടി കടന്നിരിക്കുന്നു. ഇതിനു പുറമെ വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അയച്ചതായി ബന്ധപ്പെട്ട് ഹവാല ഇടപാട് ആരോപണവും ഉയർന്നു കഴിഞ്ഞു. സാമ്പത്തിക അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും ആരോപണങ്ങളുടെ ഗൗരവവും വിഷയത്തിന് രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം നൽകുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി വിജയൻ മുന്നിൽ നിന്ന് പാർട്ടിയെയും പ്രതിപക്ഷത്തെയും നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എതിരാളികൾ രാഷ്ട്രീയ ആയുധമാക്കുന്നു. ഇത് പാർട്ടിയുടെ തിരുത്തൽ സന്ദേശങ്ങളുടെ മൂർച്ച കുറയ്ക്കുമെന്ന വിലയിരുത്തലുമുണ്ട്. വോട്ട് ചോർച്ചയ്ക്കും തിരിച്ചടിക്കുമുള്ള പ്രധാന കാരണമായി കേഡറുകൾക്കിടയിലെയും പൊതുസമൂഹത്തിലെയും വിശ്വാസക്കുറവാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.